ചരൽക്കുന്നിൽ നടക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സംസ്ഥാന ക്യാമ്പ് ഇന്ന് സമാപിക്കും. UDF ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ പാർട്ടിയുടെ ഭാവി പരിപാടി KM മാണി പ്രഖ്യാപിച്ചേക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് UDF രാഷ്ട്രീയത്തിൽ നിർണായകമാകും. ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ നിർണായക തീരുമാനം KM മാണി പ്രഖ്യാപിച്ചെങ്കിലും ഭാവി പരിപാടികൾ സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെ പുനരാരംഭിക്കുന്ന ക്യാമ്പിലെ പ്രധാന ചർച്ചയും ഭാവി നിലപാട് സംബന്ധിച്ച് തന്നെയാകും. ക്യാമ്പ് ഉച്ചയ്ക്ക് മുമ്പ് പൂർത്തിയാക്കി തുടർന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരും. സ്റ്റിയറിംഗ് കമ്മിറ്റി സ്വീകരിക്കുന്ന നിലപാട് തുടർന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ KM മാണി പ്രഖ്യാപിക്കും. KM മാണിയുടെ ഭാവി രാഷ്ട്രീയ നിലപാടിനായി കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളം. എന്നാൽ ഭാവി സംബന്ധിച്ച വ്യക്തമായ നിലപാട് മാണി ഉടൻ പ്രഖ്യാപിക്കാനിടയില്ല. എല്ലാവരോടും സമദൂരം എന്ന നിലപാട് ആവർത്തിക്കുക മാത്രമാകും ഉണ്ടാവുക. തൽക്കാലം ഒറ്റയ്ക്ക് നിന്ന് കാത്തിരുന്ന് കാണുക എന്നതാണ് ലക്ഷ്യം. ആദ്യപടിയായി നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കും എന്ന പ്രഖ്യാപനവും ഉണ്ടായേക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുന്നണി ബന്ധം തുടരുന്നത് സംബന്ധിച്ചും പാർട്ടി ഒരു തീരുമാനം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. താഴെത്തട്ടിൽ UDF ബന്ധം ശിഥിലമായാൽ ഒട്ടേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണമാറ്റമുണ്ടായേക്കാം. 3 പതിറ്റാണ്ട് തുടർന്ന രാഷ്ട്രീയ ബാന്ധവം അവസാനിപ്പിക്കുന്നതിനുള്ള രാഷ്ട്രീയ കാരണം മാണി ഗ്രൂപ്പ് അണികളോട് വിശദീകരിക്കും. ഇവയൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രഖ്യാപനമാകും ഇന്ന് KM മാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാണ് സൂചന. ചരൽക്കുന്നിൽ നിന്നും സാലി മുഹമ്മദ്.